ഹായ്. നമ്മൾ ഇന്ന് ഫ്ലട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റേറ്റ് മാനേജ്മെന്റ് സൊല്യൂഷൻസ് ആണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ സ്റ്റേറ്റ്ഫുൾ വിജറ്റ് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു പെർട്ടിക്കുലർ റിക്വയർമെന്റ് നമുക്കൊരു പേജ് ഉണ്ട്. ആ പേജിൽ ഒരു സ്ലൈഡർ ഉണ്ട്. ആ സ്ലൈഡർ മാറ്റുമ്പോൾ ആ സ്ലൈഡറിന്റെ വാല്യൂ നമ്മളൊരു ടെക്സ്റ്റ് വിജറ്റിൽ കാണിക്കുന്നുണ്ട്. ഇതാണ് സ്ക്രീനിൽ ഇരിക്കുന്നത്. നമുക്ക് സ്ലൈഡർ വ്യൂ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്ഫുൾ വിജറ്റ് ആണ്. അതിൽ വാല്യൂ ഉണ്ട്. ആ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടന്റിലുള്ള ഈ ടെക്സ്റ്റ് വാല്യൂ അപ്ഡേറ്റ് ആക്കണം. ഇപ്പൊ നമുക്ക് നോക്കാം, ഇപ്പം അത് അപ്ഡേറ്റ് ആവുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും? സ്ലൈഡറിൽ നമുക്ക് ഒരു ഓൺ ചേഞ്ച് കോൾ ബാക്ക് ഉണ്ട്. ആ കോൾ ബാക്കിൽ കിട്ടുന്ന വാല്യൂ നമുക്ക് കണ്ടന്റ് വരെ എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, ഇത് നമുക്ക് എന്തായാലും അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റേറ്റ്ലെസ് വിജറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്ഫുൾ വിജറ്റ് ആക്കിയേ പറ്റൂ. നമുക്ക് സ്റ്റേറ്റ്ഫുൾ വിജറ്റ് ആക്കാം. അതിലും ആ വാല്യൂ ഹോൾഡ് ചെയ്യാനായിട്ട് ഒരു വേരിയബിൾ നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. ഇനീഷ്യൽ വാല്യൂ നമുക്ക് അതുമായിട്ട് മാച്ച് ചെയ്യാനായിട്ട് 0.5 തന്നെ കൊടുത്തു. കണ്ടന്റ് വാല്യൂവിൽ വാല്യൂ പാസ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ സെറ്റ് സ്റ്റേറ്റിൽ കൂടെ അതിനെ അപ്ഡേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നോക്കാം, വാല്യൂ മാറുന്നുണ്ടോ. ഓക്കെ, നമുക്ക് സക്സസ്ഫുള്ളി നമ്മൾ സ്ലൈഡർ വ്യൂവിൽ ഒരു വാല്യൂ വരെ നമുക്ക് കണ്ടന്റ് വ്യൂവിൽ വരെ എത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇതിപ്പോൾ വളരെ വേസ്റ്റ്ഫുൾ ആണ്. കാരണം സ്ലൈഡർ വ്യൂ ഒരു സ്റ്റേറ്റ്ഫുൾ വിജറ്റ് ആണ്. അതിലത്തെ ചേഞ്ച് വരുമ്പോൾ അത് നമുക്ക് ഹോം പേജ് വരെ ആ വാല്യൂവിനെ കൊണ്ടുവന്നിട്ടാണ് കണ്ടന്റ് വ്യൂയിലേക്ക് ആ വാല്യൂ കൊടുത്തത്. അപ്പോൾ സ്ലൈഡർ വ്യൂ ഒരു പ്രാവശ്യം അപ്ഡേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്റ് ഇവിടെ വരുന്നു. ഇവിടെ നിന്ന് ആ പേജ് മുഴുവൻ റിഫ്രഷ് ചെയ്യുന്നു. സ്കെഫോൾഡ് തൊട്ടുള്ള താഴെയുള്ള എല്ലാ വിജറ്റുകളും വീണ്ടും റീബിൽഡ് ചെയ്യാണ്. ഫ്ലട്ടർ വളരെ ഫാസ്റ്റ് ആണ് റെൻഡർ ചെയ്യുന്നതിൽ. അതിൽ ഓൾറെഡി ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഒപ്റ്റിമൈസേഷൻസ് ഉണ്ട്. ടു സം ഡിഗ്രി അതൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ വ്യൂ കോംപ്ലക്സ് ആവും തോറും ഈ ഒരു മെത്തേഡ് വർക്കൗട്ട് ആവില്ല. നമുക്കിനി ഈ ഒരു മെത്തേഡിന് പകരം എങ്ങനെ നമുക്ക് പ്രൊവൈഡർ വെച്ചിട്ട് ഈ സെയിം കാര്യം എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. അപ്പോൾ പ്രൊവൈഡറിൽ നമുക്ക് ചെയ്യേണ്ടത്, നമുക്കൊരു ജനറലി ചെയ്യാറുള്ളത് ലിഫ്റ്റിംഗ് ദ സ്റ്റേറ്റ് അപ്പ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. നമ്മളൊരു സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രം വേറൊരു ക്ലാസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ ഹൈറാർക്കിയിൽ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. പ്രൊവൈഡർ ഇല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡറിൻ്റെ ഫസ്റ്റ് പ്രൊവൈഡർ ആഡ് ചെയ്യാണ്. പ്രൊവൈഡർ ഇപ്പോൾ ഫ്ലട്ടറിൻ്റെ ടീം തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ്. കുറച്ചുകൂടി എലഗൻ്റ് ആണ്. ഒരു സ്മോൾ ടു മീഡിയം സ്കെയിൽ ആപ്ലിക്കേഷന് നമുക്ക് പ്രൊവൈഡർ വെച്ചിട്ട് വളരെ നല്ല രീതിയിൽ സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് പ്രൊവൈഡർ തരുന്ന എന്താണ് ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് നമുക്ക് വിജറ്റ് ഹൈറാർക്കിയിലേക്കാണ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കണ്ടന്റ് വ്യൂവിലും സ്ലൈഡറിലും ആവശ്യമുള്ളതുകൊണ്ട് അതിന് മുകളിലുള്ള ഒരു വിജറ്റിലാണ് ഇത് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ അത് സ്കെഫോൾഡിന്റെ ടോപ്പിലായിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ചേഞ്ച് നോട്ടിഫയർ പ്രൊവൈഡർ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന. ഇപ്പോൾ ചേഞ്ച് നോട്ടിഫൈ പ്രൊവൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിലുള്ള കൺസ്ട്രക്ടേഴ്സ് മെയിൻലി തരുന്നുണ്ട്. ചേഞ്ച് നോട്ടിഫൈ പ്രൊവൈഡർ ആൻഡ് ചേഞ്ച് നോട്ടിഫൈ പ്രൊവൈഡർ വിത്ത് വാല്യൂ. നമുക്ക് ഓൾറെഡി ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാനാണ് ഡോട്ട് വാല്യൂ യൂസ് ചെയ്യുന്നത്. നമുക്ക് നമ്മൾ തന്നെ മാനേജ് ചെയ്യുന്ന ഫുള്ളി മാനേജ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ ഇപ്പോഴും ഡിഫോൾട്ട് ആയിട്ട് ക്രിയേറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്കൊരു കോണ്ടെക്സ്റ്റ് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ കോണ്ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് സ്ലൈഡർ സ്റ്റേറ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഹൈറാർക്കി ഒന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ചേഞ്ച് നോട്ടിഫൈ പ്രൊവൈഡർ സ്കെഫോൾഡിന്റെ ടോപ്പിലായിട്ട് ആഡ് ആയിട്ടുണ്ട്. ഇനി ഈ വാല്യൂവിനെ നമുക്ക് ഈ ഒരു ഇംപ്ലിമെന്റേഷൻ ചെയ്യുമ്പോൾ ഇനി നമുക്ക് ഈ ഓൺ ചേഞ്ചിന്റെ ആവശ്യം ഇവിടെ ഇല്ല. നമുക്ക് അടുത്ത സ്റ്റെപ്പിലായിട്ട് സ്ലൈഡർ വ്യൂവിനെ നമ്മൾ സ്റ്റേറ്റ്ലെസ് വിജറ്റ് ആക്കും. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യുന്ന ആ ഇവന്റിനെ നമുക്ക് സ്റ്റേറ്റ് മോഡിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ സ്ലൈഡർ സ്റ്റേറ്റിനെ ഫസ്റ്റ് തന്നെ റീഡ് ചെയ്തെടുത്തു. എന്നിട്ട് അതിലൊരു സെറ്റർ ഉണ്ട്. ആ സെറ്ററിലേക്ക് ആ വാല്യൂ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് പേജിലേക്ക് തിരിച്ചു വരാം. സ്ലൈഡർ വ്യൂ ഇപ്പോൾ ഈ ചേഞ്ച് നോട്ടിഫയറിൽ കൂടെ അത് പ്രൊവൈഡർ ചേഞ്ച് ആ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി കണ്ടന്റ് വ്യൂവിൽ ഈ അപ്ഡേറ്റ് ചെയ്യുന്നതിന് റിഫ്രഷ് ചെയ്താൽ മതി. കണ്ടന്റ് വ്യൂ വരുന്നു. ടെക്സ്റ്റ് വിജറ്റ് ആണുള്ളത്. ടെക്സ്റ്റ് വിജറ്റിനെ നമ്മൾ
ഒരു കൺസ്യൂമർ വെച്ചൊരു ആപ്പിയാണ്. കൺസ്യൂമർ പ്രൊവൈഡർ തരുന്ന ഒരു ഇതാണ്. അതിൽ നമുക്ക് ഈ ചൈൽഡിന് പകരം ഇന്ന് നമുക്ക് ബിൽഡർ യൂസ് ചെയ്യാം. ബിൽഡർ 3 ആർഗ്യുമെന്റ് തരുന്നുണ്ട്. കോണ്ടെക്സ്റ്റ്, സ്റ്റേറ്റ്, പിന്നെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള വിജറ്റ് ആണെങ്കിൽ നമുക്കൊരു റീയൂസ് ചെയ്യാനായിട്ട് ഒരു ചൈൽഡും ഉണ്ട്. നമ്മളിപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല. ഇനി ഈ വാല്യൂ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. സ്റ്റേറ്റിലെ സ്ലൈഡർ വാല്യൂ വെച്ചിട്ട്. സ്റ്റേറ്റിന്റെ ടൈപ്പ് പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണ് ഇന്റർസെൻസ് വർക്ക് ചെയ്യാത്തത്. നമ്മളിവിടെ സ്ലൈഡർ സ്റ്റേറ്റ്. ഓക്കെ, നമുക്ക് ഇനി ഇത് വർക്കാവുന്നത് നോക്കാം. അപ്പോൾ അതും വർക്കാവുന്നുണ്ട്. നമുക്കിനി പേജ് ഒന്ന് വെരിഫൈ ചെയ്യാനായിട്ട് പേജ് ഒന്ന് സ്റ്റേറ്റ്ലെസ് വിജറ്റ് ആയിട്ട് മാറ്റി നോക്കാം. ഈ മെത്തേഡ് 100% വർക്ക് ആവുന്നതെന്ന് ഉറപ്പിക്കാനായിട്ട്. അതിൽ പാസ് ചെയ്യുന്നില്ല. നമുക്ക് കാണാം ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഒരു ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് സ്ലൈഡറിനെ നമുക്ക് ഇനി സ്റ്റേറ്റ്ഫുൾ ആക്കേണ്ട ആവശ്യമില്ല. അതിനെ നമുക്ക് സ്റ്റേറ്റ്ലെസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഐദർ കൺസ്യൂമർ യൂസ് ചെയ്യാം. ഞാൻ വേറൊരു ആൾട്ടർനേറ്റ് മെത്തേഡ് കൂടി കാണിച്ചു തരാം. കോണ്ടെക്സ്റ്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്ന വാച്ച് എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഒന്ന് റീലോഡ് ചെയ്യാം. നമുക്ക് സ്ലൈഡർ വർക്ക് ചെയ്യുന്നുണ്ട്, ഇതും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ പേജ് ഇപ്പോൾ എസെൻഷ്യലി സ്റ്റേറ്റ്ലെസ് ആണ്. ആ സ്റ്റേറ്റ് എൻറ്റയർലി മാനേജ് ചെയ്യുന്ന സ്ലൈഡർ സ്റ്റേറ്റ് ആണ്. നമ്മളത് ഹൈറാർക്കിയിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അടുത്തൊരു സ്റ്റെപ്പ് കൂടെയും പോവാം. ഈ എവിടെയാണ് ഈ സ്റ്റേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? പല എക്സാമ്പിൾസ് മെറ്റീരിയൽ ആപ്പിൻ്റെ ടോപ്പിലൊക്കെയാണ് ഇത് ആഡ് ചെയ്യുന്നത് കാണിക്കുന്നത്. ഓരോ പേജിൽ മാത്രമേ ആവശ്യമുള്ളൂ എങ്കിൽ ആ ഹൈറാർക്കിയിൽ മാത്രം ആഡ് ചെയ്താൽ മതി. പക്ഷേ നമ്മളിപ്പോൾ ആ കമ്പോണൻസ് എല്ലാം ഇവിടെ തന്നെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഈ സ്കെഫോൾഡിൽ നമ്മളൊരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ആഡ് ചെയ്ത് നോക്കാം. അവിടെ നമുക്ക് ഒരു ബട്ടൺ കൊടുത്തിട്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റ് ഒന്ന് റിസെറ്റ് ചെയ്യാനുള്ള ഒരെണ്ണം കൊടുക്കാം. റിസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇനീഷ്യൽ വാല്യൂ നമുക്ക് മേ ബി ഒരു 50ലേക്ക് സെറ്റ് ചെയ്യാം, എളുപ്പത്തിൽ കാണാനായിട്ട്. നമ്മളൊരു റിസെറ്റ് കൊടുക്കുകയാണ്. റിസെറ്റ് മെത്തേഡ് ബേസിക്കലി ചെയ്യുന്നത് നമുക്ക് സ്ലൈഡർ വാല്യൂ 0.5 വെച്ച് കൊടുക്കാം, നോട്ടിഫൈ ലിസ്റ്റ്നസ് കൊടുക്കാം. ഇനി ആ മെത്തേഡിന് നമുക്ക് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ നോക്കാം. അവിടെ ഒരു ഇഷ്യൂ വരും. ആ ഇഷ്യൂവിനും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെഷനിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭാഗം കവർ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് സ്കെഫോൾഡിൽ ആഡ് ചെയ്യാം ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ. നമുക്കൊരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ആഡ് ചെയ്യാം. നമുക്കിവിടെ കോണ്ടെക്സ്റ്റ് ഡോട്ട് റീഡ് യൂസ് ചെയ്തിട്ട് റിസെറ്റ് വിളിക്കാം. നമുക്കിത് ചെയ്യുമ്പോൾ എന്താണത്? അതവിടെ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവന്റ് വരുന്നുണ്ടോ നോക്കാം. ഇവിടെ വരുന്നുണ്ട്. റിസെറ്റിലേക്ക് ഇവന്റ് വരുന്നുണ്ടോ നോക്കാം. ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ വരുന്നുണ്ട്, അവിടെ വരുന്നില്ല. ഇതിന് മീനിങ് നമുക്കൊന്ന് കൺസോളിന്ന് ഒബ്സർവ് ചെയ്തെന്ന് കാണാൻ പറ്റും. അവർ പറയുന്നത് എന്താണ്? ഇവിടെ നമുക്ക് ആ പ്രൊവൈഡറിനെ കാണാനില്ല എന്നാണ്. പ്രൊവൈഡർ യൂസ് ചെയ്യുന്ന സ്കോപ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. സ്ലൈഡർ സ്റ്റേറ്റ് കാണുന്നില്ല. അപ്പോൾ എന്താ അവിടെ പറ്റിയത്? നമ്മൾ ഹൈറാർക്കി ഒന്നും കൂടി നോക്കാം. ഈ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ഇരിക്കുന്നത് ഈ ചേഞ്ച് നോട്ടിഫൈ പ്രൊവൈഡറിൻ്റെ താഴെയായിട്ട് കാണാൻ പറ്റും. പക്ഷേ അവർ രണ്ടുപേരും ഇരിക്കുന്ന കോണ്ടെക്സ്റ്റ് സെയിം ആണ്. നമ്മൾ ഈ കോണ്ടെക്സ്റ്റ് ഡോട്ട് റീഡും കൺസ്യൂമർ എല്ലാം വർക്ക് ചെയ്യുന്നത് ഒരു ഹൈറാർക്കിയിലാണ്. അതായത് സ്റ്റേറ്റ് എല്ലാം നോക്കുന്നത് എല്ലാം വിജറ്റ് ഹൈറാർക്കിയിൽ മുകളിലേക്കാണ് നോക്കുന്നത്. സെയിം ലെവലാണെങ്കിൽ അത് കാണാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് ഇത് ഒരു കോണ്ടെക്സ്റ്റ് ലെവൽ താഴ്ത്താം, അല്ലെങ്കിൽ ഇപ്പം ഇവിടെ യൂസ് ചെയ്യുന്നതിന് ഒരു ലെവലിൽ ഒരു കോണ്ടെക്സ്റ്റ് കൂടി പുതിയൊരു കോണ്ടെക്സ്റ്റ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അത് അതായത് ഈ ലെവല് ഈ സ്കെഫോൾഡിൽ ഇരിക്കുന്ന കോണ്ടെക്സ്റ്റ് ഒന്നും നമുക്ക് താഴ്ത്താൻ പറ്റും. ഏറ്റവും എളുപ്പത്തിലുള്ള മെത്തേഡ് ഇതാണ്. നമ്മളൊരു ബിൽഡർ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒന്ന് നമ്മൾ ഡേറ്റ റീസെറ്റ് ചെയ്യുന്നു.
ഇങ്ങോട്ട് വർക്ക് ചെയ്യുന്നു, കറക്റ്റായി ഹിറ്റ് ചെയ്യുന്നു, ബ്രേക്ക് പോയിന്റ് അവിടെ വരുന്നു, 50ലേക്ക് റിസെറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കി. ലിഫ്റ്റിംഗ് ദ സ്റ്റേറ്റ് അപ്പ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു ലിമിറ്റ് എപ്പോഴാണ് റീച്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്മോൾ ടു മീഡിയം സ്കെയിൽ ആപ്ലിക്കേഷൻസിലൊന്നും ഈ ഒരു അപ്രോച്ച് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ നമുക്കിപ്പോൾ പലപ്പോഴും ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള UI ആണെങ്കിൽ ഈ സ്റ്റേറ്റിനെ പോലെ തന്നെ എല്ലാ വിജറ്റ്സും റിഫ്രഷ് ചെയ്യുന്നില്ലെങ്കിലും എപ്പോഴും ഇതിൽ നോട്ടിഫൈ ലിസ്ണേഴ്സ് ഇതിൽ എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിപ്പെൻഡ് ആയിരിക്കുന്ന എല്ലാ വിജറ്റ്സും മാറും. പലപ്പോഴും നമുക്ക് ഇവിടെ ചിലപ്പോൾ 5-6 പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. അതിനോട് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഇത് മാത്രം ചേഞ്ച് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചും കൂടി ഫൈൻ ഗ്രെയിൻഡ് ആയിട്ടുള്ള കൺട്രോൾ കിട്ടാനായിട്ട് സെലക്ടർ എന്ന് പറയുന്ന ഒരു വിജറ്റ് ഉണ്ട്. പക്ഷേ അതും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ലിമിറ്റേഷൻസ് കാണാൻ തുടങ്ങും. നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് ഈ ഓപ്ഷൻസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ കണ്ടന്റ്, ഈ ഒരു പ്രസന്റേഷൻ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് തരിക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ആഡ് ചെയ്യാം. ഞാൻ എല്ലാ കമൻറ്റിനും റിപ്ലൈ തരുന്നതായിരിക്കും. കമൻറ്റിൽ ഈ ഫ്യൂച്ചർ സെഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഇൻഫർമേഷൻസ് തരുവാണെങ്കിൽ അതും നമ്മൾ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.